अस्सलामुअलैकुम हेलो फ्रेंड्स, वेलकम बैक टू बिशास किचन। तो आज हम बनाने जा रहे हैं मटन सीख कबाब। അതിന് വേണ്ടി 2 കിലോ കീമ എടുത്തിന്. അതിനെ കയറ്റിൽ അരപ്പക്കത്തിട്ടിട്ട് വെക്കണം. അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. വെള്ളം കുറച്ചും ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ അമർത്തിയിട്ട് വെള്ളത്തിന് എടുക്കണം. പിന്നെ ചട്ടിക്കകത്തിട്ടിട്ട് വെക്കണം. അമർത്തിട്ട് കുറച്ചും വെള്ളമില്ല. വെള്ളം ഉണ്ടായാൽ കബാബില്ലാവില്ല, അത് പൊടിയാവും. ഇതേമാതിരി എല്ലാത്തിനും ഇങ്ങനെ വെള്ളം അമർത്തിയിട്ടെടുത്തിട്ട് ചീഞ്ഞിട്ട് നോക്കും. 2 കിലോ കീമ ഞാൻ ചട്ടിക്കകത്തിട്ട് വെച്ചാൽ കഴിയും. പിന്നെ ഞാൻ 3 വലിയ ഉള്ളി എടുത്തിന്. 3 ഉള്ളി എടുത്തിന് പോലത്തെ അതിൻ്റെയും വെള്ളം എടുക്കണം. എണ്ണ പീഞ്ഞിട്ട് അമർത്തിയിട്ട് ഇതേമാതിരി വെള്ളം എടുത്തേ പിന്നെ ഈ കീമകത്തിട്ടങ്ങ് മതി. ഉള്ളിൻ്റെ വെള്ളം. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് അരച്ചിന് പച്ചമുളകിന് അരച്ചിട്ടിട്ട് നമുക്ക് എരിവ് എത്ര വേണം അതിന്. പിന്നെ 1.5 സ്പൂണില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ കാലിമിരി പൊടി, ഗരം മസാല, ചാട് മസാല, ഉപ്പ്. അതിന് 2 ലിംബ് പിയണം. ലിംബ് പിഞ്ഞിട്ടിട്ട് പിന്നെ അതിനെ മിക്സാക്കി ഒരു സൈഡിൽ വെക്കണം. പിന്നെ ഒരു സൈഡിൽ ഞാൻ 3 മുട്ട എടുത്തിന്. 3 മുട്ട എടുത്തിട്ടില്ലേ വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ അങ്ങനെ മിക്സാക്കണം. കുറച്ച് ഉപ്പിടണം. പിന്നെ ഈ 2 കിലോ ആട്ടന അതിൽക്കിട്ടിട്ട് നോണ്ടണം. ഇതേമാതിരി പിന്നെ 2 മണിക്കൂർ വെക്കണം. അതിന് നിറാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേമാതിരി പെരത്തിയിട്ട് എടുക്കണം. 4-5 റൊട്ടി ഒക്കെ അതാ 4-5 റൊട്ടി അങ്ങനെ പെരത്തിയിട്ട് എടുത്തിട്ട് 5 എടുക്കാം 6 എടുക്കാം നമ്മളെ ഇഷ്ടം എടുക്കാം. 4ൻ്റെ ആക്കാം. ഞാൻ 5 റൊട്ടീൻ്റെ ലെയറാക്കുന്നു. അതിൻ്റെ മേൽക്ക് എണ്ണ തേക്കണം. കുറച്ച് ആട്ടപ്പൊടി തിളപ്പിച്ചാൽ കഴിയും. ഇതേമാതിരി 5 റൊട്ടീനെ ഒന്നിൻ്റെ മേൽക്ക് വെച്ചും കഴിയും. പിന്നെ ഇതേമാതിരി റോളാക്കിയിട്ട് എടുക്കണം. റോളാക്കിയിട്ട് ഇങ്ങനെ 4 കഷ്ണാക്കിയിട്ട് എടുക്കണം. എന്നാൽ ചെറുത്താൻ കഴിയല. ഇതിങ്ങനെ ഞാൻ പെരത്തിയിട്ട് എടുത്തിന്. പിന്നെ അതേക്ക് കുത്ത വെച്ചിട്ട് ഇതേമാതിരി അമർത്തിയിട്ട് പെരത്തിയിട്ട് എടുക്കണം. ഇതേമാതിരി തവക്കിട്ടിട്ട് ലേറ്റ് സൈഡ് കഴിഞ്ഞ് വേറെ സൈഡിലേക്ക് എണ്ണ തേക്കണം. മറിച്ച് പിന്നെ എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ട് വയ്യൊക്കെ മറിച്ചിട്ട് വേണം. മുകളിലേക്ക് നെയ്ത്താണ് ഞാൻ തേക്കണം. നെയ്യ് തേച്ചാലും മോശമില്ല. പീടികയിൽ അങ്ങനെ പൊറോട്ട വെക്കുന്ന അതേമാതിരി. പിന്നെ അത് പൊറോട്ട ആയ പിന്നെ ഇതിങ്ങനെ മടിച്ചിട്ട് തച്ചിട്ട് എടുക്കണം. പിന്നെ അടിച്ചിട്ട് അടിക്കണം. പൊറോട്ട അങ്ങനെ അടിക്കുന്ന അതേമാതിരി. എല്ലാ ചപ്പാത്തി ഞാൻ ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുത്തിന്. അങ്ങനെ എണ്ണ തിളപ്പിക്കണം. നോക്കൂ, സീഖ് കബാബ് റെഡിയായി. अगर आप लोग को वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूलें। नेक्स्ट वीडियो कौन सा बनाना है कमेंट डाउन बिलो।